കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമയും കാർത്തികയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കുവാണ് മധുശ്രീ. ഭാമ പറയണേന്, എൻ്റെ മോൻ വിഷ്ണുവും ആ ശാലിനിയുടെ വലയെ കുരുങ്ങി കിടക്കുമായിരുന്നു 6 വർഷം. നീയാ അവനെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതേക്കുമ്പോൾ മധുശ്രീ ചിന്തിക്കണേ, ഇവളെ രക്ഷപ്പെടുത്തിയെന്നോ? ഇവൾ എന്താ പെടുത്തിയെന്ന് ആ വിഷ്ണുവിനെ രക്ഷപ്പെടുത്തിയത്? എന്നിട്ട് ഭാമ പറയണേ, ഞാൻ കുറേ നാളായി വിഷ്ണുവിന് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു, എന്നാൽ അവനൊന്നിനും സമ്മതിക്കില്ലായിരുന്നു. ഇന്ന് രാവിലെ തന്നെ അവൻ്റെ സമ്മതമില്ലാതെ ഞാൻ അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചതാ. അവിടെ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. അത് നിന്നെ അവൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു. അതറിഞ്ഞപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി. നിന്നെ അവൻ താലി കെട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവനൊരു നല്ല ജീവിതം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് എനിക്കൊത്തിരി സന്തോഷമായി മോളെ. ഈ സമയം ഇത് കേട്ട മനസ്സിൽ അങ്ങ് ഷോക്കാകണേ. വിഷ്ണു അവളെ താലി കെട്ടിക്കൊണ്ട് വന്നെന്നോ? ഇതെങ്ങനെ സംഭവിച്ചു? ഈ സമയം ഭാമ പറയണേ, മോളെ നിന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ? നീ അവരുടെ നമ്പർ ഇങ്ങിതാ, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അന്നേരം കാർത്തിക ഈശ്വര പെട്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, അത് പിന്നെ എനിക്കങ്ങനെ വീട്ടുകാരും ബന്ധുക്കളൊന്നുമില്ല. നീയല്ലേ കുറച്ച് മുമ്പ് വീടിനെ പറ്റി പറഞ്ഞത്, നിന്റെ വീട് ഇത്രയും വലുതല്ല എന്നൊക്കെ? അന്നേരം കാർത്തിക പറയണേ, അത് പിന്നെ വീടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വളർന്നതൊക്കെ ഒരു ആശ്രമത്തിലായിരുന്നു, അനാഥാശ്രമം. അത് ഇത്രയും വലുതൊന്നും അല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അമ്മ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നിരിക്കണം. എൻ്റെ പ്രസവിച്ചതിന് ശേഷം അമ്മ മരിച്ചുപോയി. പിന്നെ ഞാൻ അനാഥാശ്രമത്തിലാണ് വളർന്നത്. അവിടെയുള്ള അമ്മമാരും അന്തേവാസികളുമാണ് എനിക്ക് എല്ലാം. ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യഭാമക്ക് കാർത്തികയോട് വല്ലാത്തൊരു സ്നേഹവും സഹാനുഭൂതിയൊക്കെ തോന്നുവാണ്ടോ. അന്നേരം കാർത്തിക മനസ്സിൽ പറയണേ, 80s സിനിമയൊക്കെ കണ്ടത് ഭാഗ്യം. ഇനിയിപ്പോൾ അടുത്ത ഡയലോഗ് എന്തു പറയും? കിട്ടി. എന്നിട്ട് കാർത്തിക പറയണേ, എനിക്കറിയാം എന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ല സത്യമ്മയുടെ മരുമകളായിട്ട് വരേണ്ടതെന്ന്. എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല. അന്നേരം ഭാമ കാർത്തികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, ആര് പറഞ്ഞു? നീ തന്നെയാ ഇനി സത്യഭാമയുടെ മരുമകൾ. ഈ കുടുംബത്തിന് ചേർന്നവൾ തന്നെയാ നീ. അങ്ങനെ പറഞ്ഞ് കാർത്തികയെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഇതൊക്കെ കാണുന്ന മധുശ്രീ പറയണേ, അത് ശരി, ഇവൾ എന്നേക്കാളും മികച്ച നടിയാണല്ലോ, ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുശ്രീ അവിടെ നിന്നും ഭാമയുടെ മുമ്പിലേക്ക് പോകുക. ഭാമാൻറ്റി. അന്നേരം ഭാമയും കാർത്തികയും മധുശ്രീയെ നോക്കുവാണ് കേട്ടോ. കാർത്തിക ചോദിക്കുന്നുണ്ട്, സത്യാമ്മേ ആരാ ഇത്? അന്നേരം മധുശ്രീ പറയണേ, ഞാൻ തന്നെ പറയാം. കുറച്ചു മുമ്പ് ഭാമാൻറ്റി എന്നെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. രാവിലെ വിഷ്ണുവേട്ടനെ കൊണ്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ കാത്തു നിന്ന കല്യാണ പെണ്ണാണ് ഞാൻ. ഇത് വിഷ്ണുവേട്ടൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണല്ലേ. എന്താണെങ്കിലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കുറച്ചൊക്കെ കേട്ടു, മറിഞ്ഞെന്ന് കേട്ടതല്ലേ കേട്ടോ. വിഷ്ണുവേട്ടൻ കല്യാണ പന്തലിൽ നിന്ന് മുങ്ങിയതല്ലേ, പിന്നെ എന്താ വിവരം എന്നറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുട്ടിയുടെ നമ്പർ ഒന്ന് തരാമോ? നമ്മളിപ്പോൾ പരിചയപ്പെട്ടതല്ലേ, നല്ല നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് എൻ്റെ ഒരു ശീലം. അന്നേരം ഭാമ പറയണേ, മോള് നമ്പർ കൊടുത്തോ, നമുക്ക് പരിചയമുള്ള ആളല്ലേ. അങ്ങനെ കാർത്തിക നമ്പറൊക്കെ കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം മധുശ്രീ ചോദിക്കണേ, അല്ല ഇയാളേതോ അനാഥാശ്രമത്തിലാണ് വളർന്നതെന്നല്ലേ പറഞ്ഞത്? ആശ്രമത്തിൻ്റെ പേരെന്താ? അതെവിടെയാണ് ഉള്ളത്? ഈശ്വര, ഇനിയിപ്പോൾ ഞാൻ എന്തു പറയും? അങ്ങനെ പറഞ്ഞ് ടെൻഷനായി നിൽക്കുവാണ്ടോ കാർത്തിക. അന്നേരം മധുശ്രീ ചോദിക്കണേ, എന്തു പറ്റി? അല്ല, ഭയങ്കര ഇമോഷണൽ സ്റ്റോറിയൊക്കെയാണല്ലോ സത്യാമ്മയോട് പറഞ്ഞത്. ഞാനിതൊക്കെ കേട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയി തോന്നി. എന്താ പറയാതെ നിൽക്കുന്നത്? ജനിച്ചു വളർന്ന സ്ഥലമൊന്നും ഓർമ്മയില്ലേ? ഈ സമയം ഭാമയും ചോദിക്കുക, എന്താ മോളെ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഈ സമയം കാർത്തിക ഭാമയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുക. സത്യാമ്മേ, അതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ചോദിച്ച് എന്നെ കുത്തി നോക്കല്ലേ. അന്നേരം മധുശ്രീ പറയണേ, അല്ല അതിന് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഈ സമയം ഭാമ മധുശ്രീയോട് ദേഷ്യപ്പെടണേ. മധുശ്രീ നിർത്തും. നിന്നെയുമായിട്ടുള്ള വിവാഹാലോചന ഞങ്ങൾ നോക്കിയതാ, അതൊക്കെ ശരിയാ. പക്ഷേ ആ വിവാഹം നടന്നില്ല. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടല്ല. വിഷ്ണുവിന് ഇഷ്ടം ഇവളെയായിരുന്നു. അതിൻ്റെ അധികാരത്തിൽ നീ ഇവിടെ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തെറ്റായ ധാരണയാണ്. അന്നേരം മധുശ്രീ പറയണേ, അയ്യോ അല്ല ഭാമാൻറ്റി, ഞാൻ അങ്ങനെയുള്ള അധികാരമൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാർത്തികയെ പരിചയപ്പെടാമല്ലോ എന്ന് കരുതിയിട്ടാ. എന്താണെങ്കിലും തൽക്കാലം നിൻ്റെ പരിചയപ്പെടലൊക്കെ മതി. നീ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ നോക്ക്, ഞങ്ങൾക്കൊന്ന് ശ്വാസം വിടണം. നിന്നോടല്ലേ പറഞ്ഞത് പോകാൻ? അങ്ങനെ മധുശ്രീ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മധുശ്രീ പറയണേ, എടി നീ നൈസായിട്ട് എന്നെ അങ്ങ് ഉപയോഗിച്ചു അല്ലേ. ഇനി നിന്നോട് ഭാമാൻറ്റിക്ക് പോലും ഈ ചോദ്യം ചോദിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കളഞ്ഞല്ലേ. നീ ഒരു സാമർത്ഥ്യക്കാരി തന്നെയാണ്, പക്ഷേ നിൻ്റെ സാമർത്ഥ്യമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലടി. നിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ മധുശ്രീ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് മധുശ്രീ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഭാമ കാർത്തിക ആശ്വസിപ്പിക്കണേ, മോള് വിഷമിക്കണ്ട കേട്ടോ. ഇനി ഇവിടെ ആരും മോളെക്കുറിച്ച്
മോളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കില്ല. എന്താ അതുപോലെ? അങ്ങനെ പറഞ്ഞ് കാർത്തികേയക്കുട്ടി അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ വരാന്തയിൽ ആകെ തകർന്നിരിക്കുന്ന ശാലിനിയാണ്. ഈ സമയം ശാരദാമ്മയും ശാന്തയൊക്കെ അവിടെ ഉണ്ടാവും. ശാരദാമ്മ പറയണേ, എന്താണെങ്കിലും വിഷ്ണുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെയിട്ട് ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. തെറ്റെൻ്റെ ഭാഗത്തുണ്ടല്ലോ. 26 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സംഭവിച്ച അതേ കാര്യം തന്നെ ഇപ്പോൾ ഇവൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവെന്ന് പറയുന്നത് അവളുടെ ജീവനാണ്. ആ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു മറ്റൊരു പെണ്ണിൻ്റെ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന തണൽബലം പെട്ടെന്ന് അങ്ങില്ലാതായി പോകുമ്പോൾ നമുക്ക് ആകെ ഒരു മരവിപ്പായിരിക്കും. ആ അവസ്ഥയിലൂടെയാണ് ഇവളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ തൻ്റേത് മാത്രമായിരുന്ന പുരുഷൻ ഇപ്പം മറ്റൊരു പെണ്ണിൻ്റേതാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്ന് കാലിടറി വീഴുമ്പോൾ ആശ്വസിപ്പിക്കാനോ കൈത്താങ്ങ് തരാനോ ഇനി ആ തുണ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഈ ഒരവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം ഇവൾ തന്നെയാണ്. ഞാൻ 1000 ഒരു 10,000 വട്ടം പറഞ്ഞതാ സത്യാമ്മയോട് കാര്യങ്ങളെല്ലാം പറയാൻ. ഇവള് പറഞ്ഞില്ല. ഇപ്പോൾ എന്തായി? അനുഭവിക്ക്. നിന്റെ ജീവിതം തന്നെ നിനക്ക് നഷ്ടമില്ലേ? അന്നേരം ശാന്ത പറയണേ, ശാരദാമ്മേ, ശാലിനി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? അത് സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടല്ലേ? അന്നേരം ശാരദാമ്മ പറയണേ, ഇനിയിപ്പോൾ സാഹചര്യം നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? വിഷ്ണുവിൻ്റെ നഷ്ടമില്ലേ? വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞു. അവളെ ആണെങ്കിൽ സത്യാമ്മ അവിടുത്തെ മരുമകളായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുക? കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് വിഷ്ണുവും ആ പെൺകുട്ടിയും കൂടി ഒരുമിച്ച് ജീവിക്കും. അവർക്ക് കുട്ടികളുണ്ടാവും. പിന്നെ ഇവളുടെ കാര്യം എന്താകുമെന്ന് ഇവൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ സമയം ശാലിനി പറയണേ, അമ്മേ, നമുക്ക് സത്യമയുടെ വീട്ടിലേക്ക് ഇപ്പം തന്നെ പോകാം. എനിക്ക് വിഷ്ണുവേട്ടനെ കാണണം. ഇനിയിപ്പോൾ സാഹചര്യവും സമയവും ഒന്നും നോക്കുന്നില്ല. എല്ലാ സത്യങ്ങളും എനിക്ക് തുറന്നു പറയണം. അതൊക്കെ തുറന്നു പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. ഒന്നെങ്കിൽ ഞാനും വിഷ്ണുവേട്ടനും ഒരുമിച്ച് ജീവിക്കും, അല്ലെങ്കിൽ വിഷ്ണുവേട്ടനും ആ പെൺകുട്ടിയും കൂടി ജീവിക്കും. പിന്നെ അത് കാണാനായിട്ട് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെ ശാലിനിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ശാരദാമ്മ ആകെ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിനെ സത്യമയുടെ വീട്ടിലേക്ക് പോകുന്ന ശാലിനിയും ശാരദാമ്മേനെയാണ് കേട്ടോ. ഈ സമയം റോട്ടിൽ നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും മധുശ്രീ. അന്നേരം കളക്ടറിൻ്റെ കാറ് പോകുന്നത് കാണുമ്പോൾ മധുശ്രീക്ക് ഒരു ഡൗട്ട് തോന്നുവാണ്. പിന്നാലെ തന്നെ മധുശ്രീ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീടാണ്. അവിടെ വരാന്തയിൽ തന്നെ വിഷ്ണുവും ശ്യാമയും രാഘവനും കമലനും പിള്ളച്ചേട്ടനും പൊന്നിയും എല്ലാവരും ഇരിക്കുവാണ്. അന്നേരം പിള്ളച്ചേട്ടൻ വിഷ്ണുവിനോട് ചോദിക്കണേ, എന്നാലും വിഷ്ണു കുഞ്ഞിന് എങ്ങനെ ശാലിനിയെ മറക്കാൻ പറ്റിയത്? ഏതു നേരവും ശാലിനി എന്ന് പറഞ്ഞിരിക്കുമായിരുന്നില്ലേ? എന്നിട്ട് എങ്ങനെയാണ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയത്? ഇതിനാണോ കുഞ്ഞ് 6 വർഷം കാത്തിരുന്നത്? 6 വർഷം കാത്തിരുന്ന് ശാലിനി കുഞ്ഞ് തിരികെ നാട്ടിലെത്തിയപ്പോൾ തന്നെ വേണമായിരുന്നു കുഞ്ഞ് ഇതും. ഈ സമയം പിള്ള ചോദിക്കണേ, നിനക്കെന്താടാ മറുപടിയില്ലേ? ചോദിക്കുന്നത് കേട്ടില്ലേ? ഉത്തരം പറഞ്ഞുകൂടെ നിനക്ക്? അന്നേരം ഇത് കേട്ട് സത്യഭാമ പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞു വരുന്ന ഭാമയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്